ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 79 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 9. തദനൂരുക്മിണമാഗതമാഘവേ വധമുപേക്ഷ്യ നിബധ്യ വിരൂപയൻ ഹൃദമദം പരിമുച്ച ബലോക്തിഭിഃ പുരമയാ രമയാ സഹകാന്തയാ. അന്വയം അർത്ഥം. തദനു രാജാക്കന്മാർ പരാജയപ്പെട്ട ശേഷം ആഘവേ യുദ്ധം ചെയ്യുന്നതിനായി ആഗതം വന്ന രുക്മിണം രുക്മിയെ വധം ഉപേക്ഷ്യ വേണ്ടെന്ന് വെച്ച് നിബധ്യ കെട്ടിയിട്ട് വിരൂപനാക്കിയിട്ട് ബലോക്തിഭിഹി ബലരാമന്റെ വാക്കനുസരിച്ച് ഹൃദമതം അഹങ്കാരം ഇല്ലാത്തവനാക്കി പരിമുച്യ മോചിപ്പിച്ചിട്ട് കാന്തയ ഭാര്യയായ രമയാ സഹ രുക്മിണിയോടുകൂടി പുരം ദ്വാരകാപുരിയിലേക്ക് അവിടുന്ന് പോയി. ഹരിവു. സാരം: അഹങ്കാരത്തോടുകൂടി കോപിച്ച് കൃഷ്ണനെതിരെ യുദ്ധത്തിനെത്തിയ രുക്മിണിയുടെ അപേക്ഷയനുസരിച്ച് ഭഗവാൻ കൊന്നില്ല. അവനെ പിടിച്ചു കെട്ടി മശ്രുകേശം കളഞ്ഞ് വിരൂപനാക്കി. അഹങ്കാരം നശിപ്പിച്ച അവനെ ബലരാമന്റെ വാക്കുകൾ കൊണ്ട് സ്വതന്ത്രനാക്കി വിട്ടു. ഹരിവു. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. നവസമാഗമ ലഞ്ജിതമാനസാം പ്രണയ കൗതുക ജൃംഭിതമന്മദാം അരമയ ഖലു നാദയദാ സുഖം രഹസ്യതാം ഹസിതാം ശുലസന്മുഖീം. അന്വയം അർത്ഥം. അഥ അതിനുശേഷം നാഥ ഭഗവാൻ രഹസ്യ ഏകാന്തത്തിൽ നവസമാഗമ ലഞ്ജിത മാനസാം ലജ്ഞയേറിയ മനസ്സോടുകൂടിയവളും പ്രണയ കൗതുക ജൃംഭിത മന്മഥാം പ്രേമവും കൗതുകവും കൊണ്ട് വളർന്ന കാമവികാരത്തോടു കൂടിയവളും ഹസിതാംശു ലസന്മുഖിയും പുഞ്ചിരിയുടെ ശോഭയാൽ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയവളുമായ താം ആ രുക്മിണിയെ സുഖം വേണ്ടതുപോലെ ആകത്തക്കവണ്ണം അരമയ ഖലു രമിപ്പിച്ചു. ഹരിവു. സാരം: പുതിയ ഭർത്തൃസംഗമത്താൽ ലജ്ജാവതിയായ രുക്മിണി പ്രേമം കൊണ്ടും കൗതുകം കൊണ്ടും വളർന്ന കാമവികാരത്തിന് വിധേയയായി മന്ദഹാസം കൊണ്ട് മുഖകാന്തിയേറിയവളായി ഭവിച്ചു. ഭഗവാൻ അവളെ ഏകാന്ത സ്ഥലത്ത് വെച്ച് യഥേഷ്ടം ആനന്ദിപ്പിച്ചു. ഹരിവു.